നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴമങ്ങാട്. മണ്ണ് മാഫിയൊക്കെ ഞങ്ങളിവിടെ പിന്നെ പരാതി കൊടുക്കാൻ ഓഫീസറും കൂടി വരുമോ? ഞങ്ങള് സമാധാനപരമായിട്ട് ഞങ്ങൾ സമരം ചെയ്യുമ്പോ നിങ്ങളത് വളരെ ഞങ്ങൾ ആർക്കെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഞങ്ങളെ വിഷയം കേൾക്കുന്നത് ഞങ്ങളെ വിഷയം കേൾക്കുന്നത് പോലീസ് ജനങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചോ? ഒരു പ്രയാസവും ആളുകളെ സംഘടിപ്പിക്കാനും ഞങ്ങളെ ഈ 6 മെമ്പർമാരേ ഉള്ളൂ. 6 മെമ്പർമാർ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുള്ളൂ. അതിൽ ജനത്തിന് 6 മെമ്പർമാരുണ്ട്. ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആളെ കുട്ടി പോലീസ് വെറുതെ പ്രകോപനം ഉണ്ടാക്കണ്ട. ന്യായമായി ജനങ്ങളുടെ ആവശ്യത്തിന് സമാധാനപരമായി തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ UDF മെമ്പർമാർ നടത്തുന്ന ഒരു പ്രതിഷേധ സമര. അത് നിങ്ങള് പിന്നെ ഇല്ലാത്ത പല ആളുകളും അവർക്കൊന്നും ബുദ്ധിമുട്ട് നിങ്ങളിവിടെ ഉണ്ടല്ലോ. കട്ടിങ് ആയിട്ട് എടുക്കണം എന്നാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ളത്. ജിയോളജി പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ നോക്കി നോക്ക്, എന്താ നനവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ അങ്ങോട്ട് നോക്കി നോക്ക്, ഈ ഉരുളൻകല്ലുകൾ മഴ പെയ്ത് കഴിഞ്ഞാല് ഇതേപോലുള്ള ഉരുളൻകല്ലുകളാണ് ഇനി നേരെ ഇതിന്റെ അടിയിലേക്ക് വരാൻ പോണത്. 250-300 വീടുകളുള്ള സ്ഥലമാണത്. മദ്രസ പോലും ഉണ്ട്. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. ഒരു നാടിന്റെ മുഴുവൻ ദീർഘകാലമായുള്ള ആശങ്ക. നമ്മുടെ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ 11ാം വാർഡിൽ പള്ളിപ്പാടത്ത് ഒരു മലയിടിച്ച് ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ടുള്ള അതിഗംഭീരമായ മണ്ണെടുപ്പ് ആ നാടിന് മുഴുവൻ ആശങ്കയുള്ള ഒരു കാര്യമായിരുന്നു. കൃത്യം 2 മാസം മുമ്പ്, അതായത് ആ നാടിനു വേണ്ടി സംസാരിച്ച ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ റഷീദ് തങ്ങൾ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം, അതായത് ഫെബ്രുവരി 21-ന് നമ്മോട് പറഞ്ഞ ഒരു ആശങ്കയായിരുന്നു ആ നാടിന്റെ ആശങ്ക. അതായത് ഇങ്ങനെ മലയിടിച്ചാൽ അവിടെ നിന്നും പാറക്കെട്ടുകൾ താഴേക്ക് വീഴുമെന്നും ആ താഴെ മദ്രസ മുതൽ നിരവധി വീടുകൾ മുതൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ എല്ലാം ഉണ്ട് എന്നും 100 കണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയിലാണെന്നും ഒക്കെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ, അവിടെ വലിയൊരു പാറ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ട് വീണിരിക്കുന്നു. ഇന്നലെ തന്നെ ഈ പാറക്കെട്ട് വീണ സമയത്ത് അതിനടിയിൽ ആടിനെ മേയ്ക്കുകയായിരുന്ന ഒരാൾ ഓടി മാറിയതിനെ തുടർന്ന് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇങ്ങനെ നിരവധി ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് ഈ പാറ വന്ന് വീഴുന്നത്. ഇനി മഴക്കാലം കൂടി വരാൻ പോകുന്നതോടുകൂടി എന്തു ചെയ്യണമെന്നറിയാതെ ഭീതിയിലാണ് ഈ നാട്ടുകാർ. മാത്രമല്ല, റോഡുകൾ മുഴുവൻ ഈ വലിയ വലിയ ലോറികൾ മണ്ണ് കൊണ്ടുപോകുന്നതിന്റെ ഫലമായിട്ട് റോഡുകൾ മുഴുവൻ തകർന്നിരിക്കുന്നു. മണ്ണ് പോകുന്ന ലോറികള് അതിന്റെ പൊടി മൂലം നാട്ടുകാർക്ക് മുഴുവൻ വീടുകളിൽ റോഡരികിലുള്ള, പ്രത്യേകിച്ച് റോഡ് അരികിലുള്ള വീട്ടുകാർക്കും കച്ചവടക്കാർക്കും അവിടെ ഇരുന്ന് പൊറുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുന്നു. ദേശീയപാത വികസനത്തിന് വേണ്ടിയാണ് മണ്ണെടുക്കുന്നത് എന്ന് പറയുമ്പോഴും
അതിന്റെ പേരിലുള്ള ജനങ്ങളുടെ സുരക്ഷ നോക്കിക്കൊണ്ട് ഈ പ്രവർത്തനം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഒരു നാട്ടിലെ ഭരണ സംവിധാനത്തിന് ഉണ്ട് എന്നിരിക്കെ എല്ലാവരും കൈമലർത്തിക്കൊണ്ട് ഇത് നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് മാത്രം പറയുന്നതിലുള്ള ആ ഒരു വൈരുദ്ധ്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. എന്തു തന്നെ ആയാലും മന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് സ്ഥലം സന്ദർശിച്ച് ജനങ്ങളുടെ ഈ ഗുരുതരമായ ഈ ഭീതി അകറ്റുന്നതിന് വേണ്ടി വേണ്ട നടപടി സ്വീകരിക്കും എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് ഇതിനുവേണ്ടി നടപടി ഉണ്ടാകണം എന്നാണ് ആ നാട്ടുകാരുടെ ആവശ്യം.